ഹായ് വിവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഒരു നിങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അടുത്തൊരു ഗസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ഇതിൽ നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി വരുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ സംസാരിച്ച കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. മുൻപോട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസം ലഭിക്കുമെന്നാണ്. അതിനുള്ള ആരോ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിൽ പല അത്ഭുതങ്ങളും സംഭവിക്കും. നിങ്ങൾ ആ കാര്യം അങ്ങനെ ആകുമോ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതെങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു തീരുമാനം വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും അതിൻ്റെ ഒരു ഫലം വരുന്നത്. കുറേ വ്യക്തികൾക്ക് ഇതിലിങ്ങനെ കൺഫ്യൂഷനാണ്. എങ്ങനെയായിരിക്കും ഈ കാര്യം ഞാൻ ചെയ്താൽ എങ്ങനെയായിരിക്കും? അതൊന്നും വേണ്ട എൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അത് നന്മയായിട്ട് വരുമോ, അത് നല്ലതാണോ എന്നൊന്ന് ആലോചിച്ചിട്ട്, അത് ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ശരിയാണെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം. നിങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകണം. നിങ്ങളത് മുൻപോട്ടത് ചെയ്ത് വിജയം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് അത്രയും ഒരു സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കും അത്. നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പരാജയത്തിലാണോ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് ചേരുമ്പോൾ ഏതൊരു കാര്യം അതിൽ വരുന്ന കാര്യത്തോട് നിങ്ങളൊരു പരാജയത്തിലാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിങ്ങനെ സ്ഥിരമായിട്ട് എന്നും ഇങ്ങനെ പോകത്തില്ല. അങ്ങനെ പോവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ തരണം ചെയ്യാനൊരു നമുക്കൊരു ശക്തി വേണമല്ലോ. നമുക്കിതെല്ലാം തരണം ചെയ്ത് മനസ്സിനൊരിത് ധൈര്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. എന്ത് വിഷമത്തിലാണെങ്കിലും അതിനെല്ലാം ഒരു സൊല്യൂഷൻ കാണും. അത് ഉറപ്പായിട്ടും കാണും. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ചതി പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്ന, അത്രയും സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ ശരിക്കും ചതിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ അത്രയും വിശ്വസിച്ചിരുന്നിട്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആരെയും അങ്ങനെ വേദനിപ്പിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തൊക്കെ വിഷമം അനുഭവിച്ചിട്ടുണ്ടോ ആ വിഷമങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറും. നിങ്ങളിൽ നിന്ന് മാറിയിട്ട് അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയങ്ങളാണ്. നിങ്ങൾ സമാധാനമായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ നിങ്ങളിലോട്ട് വരുന്നുണ്ട്. നിങ്ങളെ ചതിച്ചവർക്കുള്ള ഇത് എന്താണെന്ന് വെച്ചാൽ, അത് ആ സമയം നിങ്ങൾ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ അതെല്ലാം ഇരട്ടിയായിട്ട് അവിടോട്ട് തന്നെ എത്തിക്കോളും. അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. പക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ ഇത്രയും വിശ്വസിച്ചിട്ട് എന്നോടിങ്ങനെ, അത് ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിലെപ്പോഴും അതിങ്ങനെ മുൻപോട്ട് ആ ചിന്ത ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിച്ച് പോയി എന്ന ഒരു ഒറ്റ കാരണത്താൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിട്ട് നിങ്ങളുടെ മുന്നിൽ അത് വരുന്നു. പക്ഷേ ഈ സാമ്പത്തിക നഷ്ടങ്ങളെല്ലാം നിങ്ങളിൽ തന്നെ തിരിച്ചു വരും. നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുൻപോട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക.